ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഫ്ലവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉള്ളൻ ത്രെഡ് എടുത്തിട്ട് നമ്മുടെ രണ്ട് വിരൽ കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ അകത്തി പിടിക്കുക. അകത്തി പിടിച്ചതിന് ശേഷം ആ ഒരു രണ്ട് വിരലും നന്നായിട്ട് ചുറ്റി കവർ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലവറിന് കട്ടി വേണോ അത്രത്തോളം നിങ്ങൾക്ക് ഉള്ളൻ ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കാവുന്നതാണ്. ഒരുപാട് ടൈറ്റ് ആക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു കൈയിൻ്റെ അകലം കണ്ടോ, ആ രണ്ട് വിരൽ ഞാൻ ചുറ്റും ആ രണ്ട് വിരലിൻ്റെ ഈ അകലം കണ്ടോ, അത്രയും അകലം നിങ്ങൾ വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് സെൻറ്ററിൽ കൂടെ ഈ ഒരു ത്രെഡ് ഇട്ടിട്ട് കെട്ടി സെക്യൂർ ചെയ്ത് നല്ല ഒപ്പത്തിൽ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് ചുറ്റി കൊടുക്കുക. ഇത്ര പ്രാവശ്യം ചുറ്റണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ ഫുള്ളായിട്ട് ഇങ്ങനെ വലിക്കരുത്. എടുത്തതിന് ശേഷം ഇപ്പുറത്തുള്ള ആ ഒരു ഗ്യാപ്പിൽ കൂടെ, അതായത് ആ ത്രെഡിൻ്റെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത ആ ഒരു ഭാഗത്തിലേക്ക് വന്നിട്ട് വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വിരലിൽ നിന്ന് നമുക്ക് ആ നൂലെടുക്കാം കേട്ടോ. രണ്ട് പ്രാവശ്യം ചുറ്റി കൊടുക്കുക. ഒന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വേറെ നൂല് വെച്ചിട്ട് തുന്നി കൊടുക്കണമെന്ന് വെച്ചാൽ കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ വിരലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു നമ്മൾ നൂല് കെട്ടിയെടുത്തല്ലോ, ആ ഒരു എൻഡിൽ വന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഗ്രീൻ കളർ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. വിട്ട് കിട്ടാതിരിക്കുമല്ലോ. ഗ്ലൂ ഗണ്ണൊന്നും കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത് കേട്ടോ. നോർമൽ ഫെവിക്കോളോ ഇല്ലെങ്കിൽ ഈ 8000 ഫെവി ബോണ്ട് യെല്ലോയിഷ് ഷെയ്ഡ് വരുന്നതിനോ അത് അത്രയ്ക്ക് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഏത് ഗം വേണമെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു തണ്ടിൻ്റെ രൂപത്തിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ച് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ കളർ ആക്കിയത്. സെയിം കളറിനെ ചുറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളർ ചുറ്റിയിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലവറിൽ ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇഴയായിട്ട് ഇങ്ങനെ വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതോടെ നല്ല ടൈറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റും അത്രത്തോളം നിങ്ങൾ വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. ബട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നൂലിപ്പുറത്തോട് ഇട്ടിട്ട് ആ ഒരു ഹോൾഡ് ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇത് കേട്ടോ, ഇതുപോലെ ഊരാക്കുടുക്കെന്ന് പറയൂ, ഇതിന് ഊരാക്കുടുക്കെന്ന് പറയില്ല, നോർമൽ കെട്ടുണ്ടല്ലോ അതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേപ്പ് ഉണ്ടല്ലോ, മറ്റേ മാസ്കിങ് ടേപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, മാസ്കിങ് ടേപ്പ് ഇതിൻ്റെ മേലെ കൂടെ ചുറ്റിയിട്ട് നൂല് ചുറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ കുറച്ച് സ്ട്രോങ് ആവും. എൻ്റെ കയ്യിൽ മാസ്കിങ് ടേപ്പ് ഇല്ലാത്തത് കാരണമാണ് ഞാൻ നൂലും കൊണ്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചിയും നൂലും കൊണ്ട് ഓരോ ഇഴയിൽ ഇങ്ങനെ തുന്നിയെടുക്കണമെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൂല് കൊണ്ടാണ് കാണിക്കുന്നത്. നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നൂല് ഓരോന്ന് അഴിയിട്ട് വരും. നൂലും വേസ്റ്റാവും, നമ്മുടെ സമയം വേസ്റ്റാവും, നമ്മൾ ഉദ്ദേശിച്ച ഡിസൈനും കിട്ടില്ല. ഓക്കെ. അപ്പോൾ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഓരോ ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചുറ്റി കൊടുത്ത ആ ഒരു ത്രെഡ് എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ഓരോ ഇഴയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം റാ മോഡലായിരുന്നു. അതായത് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒരു വൃത്തിയായിട്ടൊരു രൂപത്തിലായിരുന്നു. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇതിങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിന് ശേഷം നമ്മൾ നല്ല നീറ്റായിട്ടൊരു ചീപ്പ് എടുക്കുക. അഴുക്കൊന്നുള്ള ചീപ്പ് എടുക്കരുത്, കാരണം ഈ ഒരു കളറിലൊക്കെ നമ്മുടെ ആ ചീപ്പിൽ അഴുക്ക് വരും. അപ്പോൾ അത് കാരണം നല്ല നീറ്റായിട്ടുള്ളൊരു ചീപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ മുടി ചീവണ പോലെ ജസ്റ്റ് ഒന്ന് ചീവി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഈ ചീവി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ കളറും കൊണ്ട് കെട്ടിയല്ലോ, ആ ഒരു ഭാഗത്തിൽ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കണം. ഇല്ലെങ്കിൽ ഓരോ ഇഴയായിട്ട് ഇങ്ങനെ പേർന്ന് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂല് കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണമെന്ന്. കെട്ടിക്കൊടുത്താൽ കൂടെ നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ, ഈ ഒരു ചീപ്പും കൊണ്ട് ഇങ്ങനെ ചീവി കൊടുക്കണം, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് രണ്ട് വിരലും കൊണ്ട് ആ ഒരു എൻഡിൻ്റെ അവിടെ നന്നായിട്ട് അമർത്തി പിടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഗ്യാപ്പ്, അതായത് ആ ഒരു ത്രെഡ് ഫുള്ളായിട്ട് എവിടെയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അവിടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചീകി ഓരോ ഇഴയാക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യണം. കണ്ടു, ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫ്ലവർ ഇവിടെ കിട്ടും. ആക്ച്വലി ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. പരത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ലീഫോ ബീഡ്സ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ട് ടിയാര പോലത്തെ മോഡലൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടെ കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് വിട്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഉള്ളിലത്തെയും പുറത്തെയും എല്ലാ സൈഡത്തെയും നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കണം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ ചീവണ സമയത്ത് കണ്ടോ, ഈ ചീപ്പിൽ നിങ്ങൾക്കിപ്പോൾ നോക്കി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്, കാണാനുമില്ല മാറ്റി ഞാൻ. ആക്ച്വലി ചീപ്പിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഞാൻ എൻഡിൻ്റെ അവിടെ നന്നായി പിടിക്കണം പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ ആരും മറക്കരുത്. ഷേപ്പ് ചെയ്താലാണ് നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ഒരു യെല്ലോയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇനി ഇതിൻ്റെ കൂടെ ലീഫൊക്കെ വെക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഭംഗി ഉണ്ടാവും. പിന്നെ ഹെയർ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ആ ഒരു തണ്ടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇപ്പം ഞാനിവിടെ ഹെയർ ബാൻഡിലൊന്നും വെക്കണേ ഞാൻ കാണിക്കണില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഈ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡൊക്കെ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 2 ഫ്ലവേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു ഇതുപോലത്തെ ഒരു ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ക്രോഷേ ഉണ്ടല്ലോ, ക്രോഷേ വർക്കാണ് ഞാൻ ഈ ലീഫിൽ ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ അറിയാത്ത കാരണം ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല. ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കൊരു കല്യാണം ഉണ്ട്. കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരാം. ഇതാകുമ്പോൾ ഫോം ഷീറ്റ് പോലെ കളർ പോകുന്നുള്ള പേടിയും വേണ്ട. എല്ലാവർക്കും സൂപ്പറായിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പം ബൈ ബൈ, സീ യു.